ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജേറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കാനിരിക്കെയാണ്. മേഘ മാധവൻ കൂടി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയതാണ് PK ബുജേറിന്റെ. ജില്ലാ കോടതിയിലേക്ക് വരുമ്പോൾ ഇന്ന് ചിലപ്പം ജാമ്യം ലഭിച്ചേക്കും അല്ലേ? വിനിഷ, കഴിഞ്ഞ 8-നാണ് കുന്നമംഗലം കോടതി PK ബുജേറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഏതായാലും അതിന് പിന്നാലെയാണ് PK ബുജേർ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ വാദവും പോലീസിന്റെ റിപ്പോർട്ടും കോടതി അംഗീകരിച്ചിരുന്നു. കാരണം പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് PK ബുജേർ. അത്തരത്തിലുള്ള ഒരാൾക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിനൊപ്പം തന്നെ ലഹരി പരിശോധനയ്ക്ക് പോയതിനിടെയാണ് PK ഫിറോസിന് സഹോദരനായ PK ബുജേർ പോലീസിനെ ആക്രമിക്കുന്നത്. അതും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കൃത്യമായ അന്വേഷണ റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഏതായാലും മേൽക്കോടതിയിൽ എത്തുമ്പോൾ പോലീസ് റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും എന്താണ് മുൻപോട്ടുള്ള PK ബുജേറിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലാണ്. അതായത് ലഹരി ഇടപാട് ഉണ്ട് എന്ന കൃത്യമായ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് PK ബുജേറിനെ പരിശോധിക്കാൻ പോലീസ് എത്തുന്നത്. അതിനു പിന്നാലെ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു PK ബുജേർ. അതിനൊപ്പം തന്നെ അന്വേഷണവുമായി ഒരു തരത്തിലും PK ബുജേർ സഹകരിക്കുന്നില്ല എന്നും പോലീസ് കോടതിയിൽ കാണിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെയും ജില്ലാ കോടതിയും ഇന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിക്കും എന്നത് വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഫോൺ പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും പോലീസിന് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട. പക്ഷേ ഫോൺ പരിശോധനയ്ക്ക് ബുജേർ അനുവാദം നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ പുറത്തു പോയാൽ കൃത്യമായി ഈ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയൊക്കെ തന്നെയും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രോസിക്യൂഷൻ വാദവും അത്തരത്തിൽ തന്നെ ആയിരിക്കും ഇന്ന് കോടതിയിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 11 ദിവസമായി റിമാൻഡിൽ കഴിയുകയാണ് PK ബുജേർ. ഈ മയക്കുമരുന്ന് കേസ് മാത്രമല്ല, പോലീസിനെ ആക്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യം കൂടി ഈ PK ബുജേർ ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ജില്ലാ കോടതിയിൽ ഇന്ന് വാദം നടക്കുക. ഏതായാലും 11 മണിക്ക് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. വിനിഷ, എന്തായാലും PK ബുജേറുമായി ബന്ധപ്പെട്ട ഫോൺ ലോക്ക തുറന്നു കൊടുക്കാൻ PK ബുജേർ സമ്മതിച്ചിട്ടില്ല. ഒരു തരത്തിലും ചോദ്യം ചെയ്യലിൻ്റെ മൊഴിയെടുക്കലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പോലീസിനോട് സഹകരിക്കാൻ PK ബുജേർ തയ്യാറായിട്ടില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ PK ബുജേറിനെ കുറിച്ച് പോലീസിൻ്റെ പക്കലുണ്ട്. PK ബുജേറിലേക്ക് എത്തിയത് തന്നെ ഒരു റാൻഡം സെർച്ചിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല അവിടെ പോലീസ് എത്തിയതും. PK ബുജേറിന് തന്നെ PK ബുജേർ ഇത്തരത്തിൽ ലഹരി കടത്ത് നടത്തുന്നുണ്ട്, ലഹരി അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിൽ ബുജേറിൻ്റെ പക്കൽ ലഹരിയുണ്ട്, അത്തരത്തിലുള്ള പ്രവർത്തികളിൽ PK ബുജേർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് PK ബുജേറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വാദമായി ഇന്ന് കോടതിയിലും വരാൻ സാധ്യതയുണ്ടല്ലേ? വിൻഷ, അത് തന്നെയാണ്. അതായത് ഈ കേസിന്റെ തുടക്കം മുതൽ ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത് റിയാസ് എന്നൊരു വ്യക്തിയാണ്. റിയാസിനെ വിട്ടയക്കുന്ന സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അതായത് മയക്കുമരുന്നിന്റെ അളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ അളവിലായിരുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയത്. അതേ തുടർന്നാണ് പോലീസ് വിട്ടയക്കുന്നത്. അതിനു പിന്നാലെ റിയാസിന്റെ ഫോൺ രേഖകളിൽ നിന്നാണ് ബുജേറിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ബുജേറിന്റെ വാഹനം പരിശോധിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായത്. കുന്നമംഗലം കോടതിയിൽ ഒരുപക്ഷെ ബുജേറിന് വേണ്ടി അഭിഭാഷകനായി എത്തിയപ്പോൾ കൃത്യമായി ഉറപ്പുണ്ടായിരുന്നു ആ ദിവസം തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോടതിയിൽ എത്തിയത്. പക്ഷേ അത് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കാരണം കേസ് എന്നത് പോലീസിനെ ആക്രമിച്ച കേസാണ്. അതിനൊപ്പം തന്നെ മയക്കുമരുന്ന് പരിശോധനയുമായി ബന്ധപ്പെട്ട് എത്തിയ സമയത്താണ് പോലീസിനെ ആക്രമിക്കുന്നത്. അതിനൊപ്പം തുടക്കം മുതൽ PK ബുജേർ ഒരു തരത്തിലും പോലീസിനോട് ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയ സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വിശദമായ വാദം കേട്ട് ജാമ്യാപേക്ഷ പരിഗണിച്ച
നിന്ന് മാറ്റിവെക്കുന്നു. അതിന് പിന്നാലെയാണ് ജാമ്യം നിഷേധിച്ചത്. ഏതായാലും ഇന്ന് കോടതിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും കോടതി കേൾക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഉള്ളത്. ഓക്കെ, യെസ്, താങ്ക് യു മേഘ. ഏതായാലും കോഴിക്കോട് ജില്ലാ കോടതി പി കെ ബുജറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം എന്ന് അല്പസമയത്തിനകം തന്നെ അറിയാം.